ഡിവൈഎഫ്ഐ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിലേക്ക് ഓടി വരുന്ന ഒരു ചിത്രമുണ്ട്. സ്നേഹത്തിന്റെ മണമുള്ള പൊതിച്ചോറ്. 2017 ജനുവരി 1 തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയാണ് ഈ പൊതിച്ചോറിന് തുടക്കം കുറിച്ചത്. 2025 8 വർഷം ഒരു ദിവസം പോലും നിന്നിട്ടില്ല, അല്ലെങ്കിൽ നിർത്തിയിട്ടില്ല എന്നതാണ് സത്യം. 300 പൊതിച്ചോറിൽ നിന്ന് തുടങ്ങിയ പദ്ധതി, ആ ചെറിയ പദ്ധതി ഇന്ന് കേരളത്തിന് മുഴുവൻ അഭിമാനമാണ്. വയറെരിയുന്നവരുടെ മിഴി നനയാതിരിക്കാൻ ഞങ്ങളുണ്ട് കൂടെ എന്ന ഒരു സംഘടനയുടെ വാക്കാണ് പൊതിച്ചോറ്. നമ്മളിൽ പലരും ഇക്കഴിഞ്ഞ 7 വർഷത്തിൽ ഒരിക്കലെങ്കിലും ആ സ്നേഹം അറിഞ്ഞു കാണും. ഒന്നെങ്കിൽ അത് രുചിച്ച്, അല്ലെങ്കിൽ ആ പൊതി കെട്ടിയിട്ട്. അതിൽ രാഷ്ട്രീയമില്ല. ലക്ഷക്കണക്കിന് ആളുകളുടെ ഒരു നേരത്തെ വിശപ്പകറ്റുന്ന സ്നേഹമാണത്. ആ സ്നേഹത്തെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അനാശാസ്യമെന്ന് വിളിച്ചത്. കഴിഞ്ഞ 7 വർഷക്കാലമായി ഡിവൈഎഫ്ഐ എന്ന് പറയുന്ന യുവജന സംഘടന ചെയ്തുകൊണ്ടിരിക്കുന്ന ഏക സംഘടനാ പ്രവർത്തനം അതാണ്. ആ സംരംഭത്തിന്റെ പിന്നിലൂടെ നടക്കുന്ന നിയമവിരുദ്ധമായിട്ടുള്ള പ്രവണതകൾ എത്രമാത്രം ഉണ്ട് എന്ന് ഈ വേദിയിൽ നിന്നുകൊണ്ട് പറയുവാൻ ആഗ്രഹിക്കുന്നില്ല. അത് ഡിവൈഎഫ്ഐക്കാർക്ക് ഇപ്പോൾ ഞാനത് രാവിലെ ഒരു വേദിയിൽ പ്രസംഗിച്ചതിന് ശേഷം കുറേ ഡിവൈഎഫ്ഐയുടെ നേതാക്കന്മാർ പ്രതികരണമായിട്ട് വന്നിട്ടുണ്ട്. ഓപ്പൺ ചലഞ്ചിന് വയ്ക്കാം. ഞങ്ങളുടെ യൂത്ത് കെയറിന്റെ പ്രവർത്തനങ്ങളുടെ പേരിൽ നാളിതുവരെ ഈ കേരള സംസ്ഥാനത്തിനകത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള നിയമവിരുദ്ധമായ ഏതെങ്കിലും ഒരു പ്രവൃത്തി നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാനുണ്ടെങ്കിൽ നമുക്ക് ഓപ്പൺ ഡിബേറ്റിനിരിക്കാം. ഡിവൈഎഫ്ഐക്കാരൻ പൊതിച്ചോറിന്റെ മറവിൽ ചെയ്തിട്ടുള്ള നൂറുകണക്കിനായ കൊള്ളരുതായ്മകളെ പറ്റി വളരെ വിശദമായി തന്നെ സൂചിപ്പിക്കാനായിട്ട് നമ്മൾ തയ്യാറാണ് എന്ന് സൂചിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുക. ഇന്ന് അതേ രാഹുൽ മാങ്കൂട്ടത്തിൽ അനാശാസ്യം എന്ന് വിളിച്ച അതേ പൊതിച്ചോറ് ഇന്ന് ഡിവൈഎഫ്ഐ ഇന്നും കെട്ടിയിട്ടുണ്ട്. സ്നേഹത്തിന്റെ പൊതിച്ചോറ്. അനാശാസ്യത്തിന് രാഹുലിനെ പുറത്താക്കിയ പത്രത്താളുകളിലാണ് ഇന്ന് ആ പൊതിച്ചോറ് കിട്ടിയത്. കണക്ക് ചോദിക്കാതെ ഒരു കാലവും കടന്നു പോകില്ലല്ലോ. വിശന്നിരിക്കുന്ന മനുഷ്യർക്ക് ഒരു നേരത്തെ ആഹാരം കൊടുക്കാൻ പൊതിച്ചോറ് തന്നുവിട്ട അമ്മമാരെ, ചേച്ചിമാരെ, കുഞ്ഞു മക്കളെയാണ് രാഹുൽ അന്ന് അപമാനിച്ചത്. കാലം കാത്തുവെച്ച കാവ്യനീതിയാണ് ഒരു ഭാഗത്ത് നമ്മൾ ഇന്ന് കണ്ടത്. പൊതിച്ചോറ് തരുന്ന വീട്ടമ്മമാരെ അനാശാസ്യ പ്രവർത്തനമാണ് അവിടെയൊക്കെ നടക്കുന്നത് എന്ന് പറഞ്ഞ അന്ന് രാഹുലെ പന്ന പുന്നാരമോനെ ഞങ്ങൾ കരുതിയതാണ് നിനക്ക് ഓങ്ങി വെച്ചത്. തെരുവിൽ കൈകാര്യം ചെയ്യുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകണ്ടെങ്കിൽ രാജിവെച്ച് പെരയിലിരിക്കുന്നതാണ് നല്ലത്.